ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇനി കറുത്ത പഴമൊക്കെ ഉണ്ടെങ്കിൽ കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്സ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 4 പഴമാണ് എടുത്തിരിക്കുന്നത്. നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. പഴത്തിൻ്റെ 2 ഭാഗവും ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇത് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മാറ്റാം. എല്ലാ പഴവും അങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങളുടെ കയ്യിൽ എത്ര പഴമാണോ അതനുസരിച്ച് എടുക്കാവുന്നതാണ്. 2 3 വെച്ചിട്ടും ഇത് ചെയ്യാവുന്നതാണ്. ഇനി ഒരു സ്റ്റീമർ അടുപ്പിലേക്ക് വെക്കാം. അതിലേക്ക് കഷ്ണങ്ങളാക്കി മുറിച്ചിരിക്കുന്ന പഴം ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ആവി കയറ്റിയെടുക്കാം. ഒരു 5-6 മിനിറ്റ് ആവി കയറ്റിയാൽ മതിയാകും. ഇനി 2 ക്യാരറ്റാണ് വേണ്ടത്. ഇതിൻ്റെ 2 വശവും ഒന്ന് കട്ട് ചെയ്ത ശേഷം തൊലി ഒന്ന് പീൽ ചെയ്തെടുക്കാം. ഇനി ഇത് ഗ്രേറ്റ് ചെയ്യാം. അങ്ങനെ 2 ക്യാരറ്റും ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര ഒന്ന് മെൽറ്റായി വരട്ടെ. ഒരു ബ്രൗൺ ആയിട്ട് വരണം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് താനെ അലിഞ്ഞ് ബ്രൗൺ കളറായിട്ട് വരും. ഒന്ന് ബ്രൗൺ കളറായ ശേഷം അരികിലുള്ള പഞ്ചസാര ഒന്ന് നടുവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ പഞ്ചസാരയെല്ലാം നന്നായിട്ട് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ക്യാരറ്റ് ഒന്ന് നന്നായിട്ട് വെന്ത് വരണം. നെയ്യ് ഇഷ്ടമുള്ളവർക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ലൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കോഴിമുട്ട പൊട്ടിച്ചൊഴിക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ മുട്ട ചിക്കി പൊരിച്ചെടുക്കുന്നില്ല, അതേമാതിരി ചെയ്തെടുക്കണം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. നേരത്തെ ആവി കയറ്റി വെച്ചിരിക്കുന്ന പഴം ഉണ്ടല്ലോ, അതൊന്ന് തണുത്തതിന് ശേഷം മൂടി തുറന്ന് നോക്കാം. ഇനി ഇതിൻ്റെ തൊലി നീക്കം ചെയ്ത് മാറ്റാം. ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ എല്ലാ പഴവും തൊലി നീക്കം ചെയ്തു. ഇനി ഇതൊരു പൊട്ടാറ്റോ മാഷ് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുക്കാം. പൊട്ടാറ്റോ മാഷ് വേണമെന്ന് ആവശ്യമില്ല, കയ്യിൽ വെച്ചിട്ട് ഉടച്ചെടുത്താലും മതി. ഇപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതൊരു ലൂസ് മാതിരിയാണ് ഉള്ളത്. ഇതിനൊന്ന് ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/2 കപ്പ് അരിപ്പൊടിയാണ് ചേർത്തിരിക്കുന്നത്. ഒന്ന് ടൈറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുക്കാം. ഇനി കയ്യിലേക്ക് കുറച്ച് എണ്ണ തടവിയതിന് ശേഷം ഓരോ ഉരുള ആക്കിയിട്ടെടുത്ത് കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. വളരെ നൈസായിട്ട് പരത്തരുത് കേട്ടോ. കുറച്ച് കട്ടിയോട് കൂടി പരത്തിയ ശേഷം നടുവിൽ നമ്മുടെ ക്യാരറ്റിൻ്റെ കൂട്ട് വെച്ച ശേഷം ഒന്ന് ഉരുട്ടിയെടുക്കാം. കയ്യിൽ വെച്ച് നന്നായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കണം. ഇനി അടുത്തതും ഇതേമാതിരി തന്നെ ചെയ്തെടുക്കാം.
നടുവിലുള്ള ഫില്ലിങ്ങിൽ ക്യാരറ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ചിരകിയ തേങ്ങ നന്നായിട്ട് ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയാലും മതി. തേങ്ങ ചിരകി കൊടുത്താലും നല്ല ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ എല്ലാതും ഇവിടെ റെഡിയായി വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാത്രം അടുപ്പിലേക്ക് വെക്കാം. ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഓയിലാണ് ഇഷ്ടം അത് യൂസ് ചെയ്യാവുന്നതാണ്. എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന ഓരോ സ്നാക്സും ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇത് നന്നായിട്ടൊന്ന് ചുമപ്പിച്ചെടുക്കാം, അതായത് മൊരിപ്പിച്ചെടുക്കാം. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഒരിക്കലും ഇട്ട് കൊടുക്കരുത്, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇപ്പോൾ ഇത് മൂന്നും ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് കോരി മാറ്റി ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കാം. അങ്ങനെ എല്ലാതും ഇങ്ങനെ റെഡിയാക്കി എടുക്കാം. ഏകദേശം ഇത് ഉന്നക്കായയുടെ അതേമാതിരി തന്നെയുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ ഉന്നക്കായ ചെയ്തിരിക്കുന്നത് നല്ല പഴുക്കാത്ത പഴം വെച്ചിട്ടാണ്. ഇത് പഴുത്ത പഴം വെച്ചിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു ഈസി റെസിപ്പിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നിങ്ങൾക്ക് ഈ സ്നാക്സ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. പുതുതായി ഏതെങ്കിലും കൂട്ടുകാർ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ് ചെയ്യാനും കൂടി മറന്നു പോകരുത്. വലത്തുവശത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.